എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കണേ ഞാനെങ്കിലേ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് ആരും സമ്മതമൊന്നും വേണ്ട. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറെ കമന്റ് കാണാം, എന്ത് വീഡിയോ ചളി വീഡിയോ ഇറ്റൊക്കെ എവിടുന്ന് വരുന്ന ഒരുപാട് നെഗറ്റീവുകൾ കാണാം പല വീഡിയോന്റെ അടിയിലും. ഇത് ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടാ നിങ്ങളൊന്ന് കുറച്ചൊന്ന് കണ്ടോക്കി. രണ്ട് ഡയലോഗിന് വേണ്ടി അതും ഞാൻ മുഴുവിട്ടിട്ടില്ല, കട്ട് ചെയ്ത് കുറച്ചിട്ടിട്ടുള്ളൂ. ഡയലോഗ് പറയാൻ വേണ്ടി എടുത്ത കഷ്ടപ്പാടുകളൊന്ന് കണ്ടോക്കി. ഇത് നമ്മൾ ഈ കളിയാക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ ചിരിച്ച് ചത്ത ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ആളെ കൂടെ സങ്കടത്തോടു കൂടി നോക്കിക്ക്. ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കണേ ഞാനെങ്കിലേ എന്റെ ജീവിതം ഇല്ലാതെ നിങ്ങൾ ആരും സമ്മതം വേണ്ട. ഇവിടുന്ന് കുറച്ച് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കൂടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്നെങ്കിലേ എന്റെ ജീവിതം ഇല്ലാതെ നിങ്ങൾ ആരും സമ്മതം നോക്കി വേണ്ട. മോനെ വാതിലൊക്കടി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കണേ ഞാനെങ്കിലേ എന്റെ ജീവിതം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ട ആളെ കൂടെ ജീവിക്കാൻ സമ്മതിക്കണേ ഞാനെങ്കിലല്ലേ ജീവിതം ഇല്ലാതാക്കാൻ ആരും സമ്മതം വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കണേ ഞാനെങ്കിലേ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് ആരും സമ്മതം വേണ്ട. മോളെ വാതിലൊക്കടി. എടാ വാതിലൊന്ന് തുറക്കാൻ പറയേ. ഞാൻ പറഞ്ഞ പോത്ത് കേക്കോ? ഇങ്ങോട്ട് കാര്യം ചെയ്യും, നിങ്ങള് വാഹനം വിളിച്ചോളി. അത് ഞാൻ ആലോചിച്ച് പറഞ്ഞല്ലേ. പോത്ത് വേണ്ട, വേറെ സാധനമുണ്ട്. ഞാൻ പറഞ്ഞ പോത്ത് കേക്കോ? നിങ്ങൾ വാഹനം വിളിച്ചോളി. അതായത് 2 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയുടെ ലെങ്ത് 3 മിനിറ്റ് ആണ്. ആ വീഡിയോ നമ്മൾ പേജിലുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കി. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം പറയും. ഇതൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി നിങ്ങൾ ഇപ്പോൾ ആ ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ സാധനം ആ ഫുൾ വീഡിയോ കണ്ടിട്ട് പറയും ഇതിനൊന്നും പണിയില്ലേ, അതൊക്കെ വെറുതെ അങ്ങോട്ട് ഈസി ആയിട്ട് ചെയ്യുന്നതാണോ എന്ന്. ഈ രണ്ടും കൂടി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ബാക്കിയും കൂടി കാണി. തീർന്നിട്ടില്ല, ഇനിയാണ് വരാൻ പോണത്. സത്യം പറഞ്ഞാൽ അന്ന് ഷൂട്ട് ചെയ്തതിൻ്റെ 1% മാത്രമേ ഇന്നത്തെ ഈ കാണുന്ന ഈ വീഡിയോ ഉള്ളൂ. ആ 1% നിങ്ങൾ കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ളതൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. എന്നിട്ട് ശരിക്കുള്ള വീഡിയോ ഉണ്ട് പേജിൽ 2 ദിവസം മുമ്പ് ഇട്ടത്, അതും കൂടി പോയി കാണണം കേട്ടോ. ഇല്ല കാക്ക ഞാൻ പറയാം പറഞ്ഞു അല്ല ബഹുവാക്കിയതാ കാക്ക ഞാൻ പറയാം. ആ കുരുത്തപ്പെട്ട കുരുത്തം കെട്ട ബാബു ഞാൻ പറയാം. ബാബു അല്ലേ കാക്കല്ലേ? കാക്ക ഞാൻ പറഞ്ഞരാ. ആ കുരുത്തം പെട്ട ഒന്നുകൂടി എത്താണിത്? ബാക്ക് ടു ആക്ഷൻ. ചിരിച്ചില്ലട്ടോ. ഓണാക്കില്ലേ? കാക്ക ഞാൻ പറഞ്ഞരാ. കാക്ക ഞാൻ പറഞ്ഞരാ. ആ കുരുത്തം കെട്ടോളേ ഏതോ ഒരു കഞ്ചാവിനെ കെട്ടുന്ന പറഞ്ഞാൽ എന്റെ ബംഗ്ലാദേശ് കെട്ടിക്കൊടുക്കും.
കടി ആ ഡയലോഗ് ഇല്ലല്ലോ ആരാ പോയതാണ് നിക്കി കാക്ക ഞാൻ പറയാം ആ കുരുത്തം കെട്ടോളി ഏതോ ഒരു കുരുത്തം കെട്ട ചെക്കന കല്യാണം കഴിക്കേ പറ്റുവാറാണ് നടക്കാൻ ഒന്നോടി വൺമോർ ഏതോ ഒരു കൂതറ ചെക്കനെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാന്ന് വാശി പിടിച്ചിട്ട് നടക്കണം. കാക്ക ഞാൻ പറയാം ആ കൂതറ ഒന്നോടി ഓൾ കൂതറല്ലോ കാക്ക ഞാൻ പറഞ്ഞുതരാം ആ കുരുത്തം കെട്ടോളി ഏതോ ഒരു കുരുത്തം കെട്ടോര കണ്ടിക്കണ് ഒന്നുകൂടി കുറെ എടുത്തോ ഞാൻ റെഡി ആകണേ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ ചിരിച്ചലിട്ടോ ആരും കാക്ക ഞാൻ പറയാം ആ കുരുത്തം കൂതറ ചെങ്ങായിനെ പ്രേമിച്ചിട്ട് ഓനെ തന്നെ കെട്ടണത് വാശി പിടിച്ച് നടക്കണം. കാക്ക ഞാൻ പറയാം ആ കുരുത്തം കെട്ടോളി ഏതോ ഒരു കൂതറ ചെക്കനെ പ്രേമിച്ചെടുക്കാണ് ഓനെന്നെ കെട്ടുവാൻ എടുക്കാണ് ഇങ്ങനെ വാശി പിടിച്ച് നടക്കണം. ഓനെന്നെ കെട്ടുന്ന വാശി പിടിച്ചെടുക്കാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞിട്ടെ എന്നോട് ബാബുജാതി ഇരിക്കുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ നീച്ചുമ്പോ ഒരു ഇറങ്ങാറ് പറയുമ്പോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ മതിയില്ലേ കുരുത്തം കെട്ട് ഓളെ കുരുത്തം കെട്ടോളെ പറഞ്ഞില്ല അപ്പൊ രണ്ട് കുരുത്തം കെട്ടോ അങ്ങനെ വരുമ്പോ ഒരു കുരുത്തം കെട്ടോളെ ഒരു കുരുത്തം കെട്ടോളെ ഏതോ ഒരു കൂതറനെ പ്രേമിച്ചിട്ട് ഓനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച് നടക്കുകയാണ്. ഓക്കെ ഞാൻ പറയാം ആ കുരുത്തം കെട്ടോളെ ഏതോ ഒരു കൂതറ ചെക്കനെ പ്രേമിച്ചെടുക്കാണ് ഓനെ തന്നെ കെട്ടിയ ഓനെ തന്നെ കെട്ടുള്ള വാശി പിടിച്ച് നടക്കാണ്. കാക്ക ഞാൻ പറയാം ആ കുരുത്തം കെട്ടോളെ ഏതോ ഒരു കൂതറ ചെക്കനെ പ്രേമിച്ചെടുക്കാണ് ഓനെ തന്നെ കാക്ക ഞാൻ പറഞ്ഞുതരാം അല്ല റെഡിയല്ലോ കാക്ക ഞാൻ പറഞ്ഞുതരാം ആ കുരുത്തം കെട്ടോളൂ ഏതോ ഒരു കൂതറ ചെക്കനെ കണ്ടുവെച്ചിക്കണേ ഓനെ തന്നെ കെട്ടുള്ളവരെ എടുക്കാണ് നമുക്കിപ്പോ നടത്തി കൊടുക്കാൻ പറ്റുമോ? അല്ല ഇത് ഓക്കെയാ ഞാൻ ഇങ്ങോട്ട് മോളിൽ ഇവിടെ പൊന്നാര കാക്ക ഞാൻ പറഞ്ഞുതരാം അല്ല പൊന്നാര കാക്കില്ലേ ആയോ ഓണല്ലേ കാക്ക ഞാൻ പറഞ്ഞുതരാം ഈ കുരുത്തം കെട്ടോളൂ ഏതോ ഒരു കൂതറ ചെക്കനെ പ്രേമിച്ചെടുക്കാണ് ഓനെ തന്നെ കെട്ടു ഒന്നുകൂടി നീ പറഞ്ഞേ ഓനെ തന്നെ കെട്ടു കാക്ക ഞാൻ പറഞ്ഞുതരാം ഈ കൂതറ കാക്ക ഞാൻ പറഞ്ഞുതരാം ഈ കുരുത്തം കെട്ടോളേ അതില്ല ഒന്നുകൂടി അടുക്കളക്ക് പോയാ കുരിപ്പേ അടിച്ചാ ഓള് ചിരിച്ച സൗണ്ട് എനിക്ക് ശരിയല്ലേ കാക്ക ഞാൻ പറയാം ഈ കുറ്റം കെട്ടോളൂ ഏതോ കൂതറ ചെക്കൻ പ്രേമിച്ചെടുക്കാണ് ഓനെ തന്നെ കെട്ടു പറഞ്ഞെടുക്കാണ് നമുക്ക് ആർക്കും ഓനെ പിടിച്ചു നമുക്ക് ആർക്കും ഓനെ പിടിച്ച് കടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഓളെ കെട്ടി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കും ഓളെ പിടിച്ച് ഓനെ കടിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കും ഓളെ പിടിച്ച് ഓനെ കടിച്ചു കൊടുക്കാൻ പറ്റില്ല ചോദിച്ചു ഇതിലും പറ്റി ഞാൻ ഇങ്ങനെ പറയാന് ആ കുരുത്തം കേട്ടോ ഏതോ കുരുത്തം കേട്ടോ കൂതറ ചെക്കനെ പ്രേമിച്ച് നടക്കണേ നമുക്കിപ്പോ നടത്തി കൊടുക്കാൻ പറ്റും ഇല്ലല്ലോ ഓനെ തന്നെ കെട്ടണമെന്ന് വാശി പിടിച്ച് നടക്കണം. കാക്ക ഞാൻ പറഞ്ഞില്ല ഈ കുരുത്തം കേട്ടോ ഏതോ കൂതറ ചെക്കനെ പ്രേമിച്ച് നടക്കാണ് പറഞ്ഞോ എന്നാ പറഞ്ഞ മാതിരി ഇവിടെ ചെറിയ പേപ്പർ എഴുതിക്കേ മലയാളം വായിച്ചാനറിയോ? ഇംഗ്ലീഷ് എഴുതിച്ചോ റെഡി 1 2 3 സ്റ്റാർട്ട് അതൊക്കെ പിന്നല്ലേ അയ്യോ കാക്ക ഞാൻ പറഞ്ഞുതരാം ഈ കുരുത്തം കേട്ടോളൂ ഏതോ കൂതറ ചെക്കനെ പ്രേമിച്ചെടുക്കാണ് ഈ കണ്ണ് കണ്ടുള്ളൂ നമുക്ക് നമ്മളെ ഓനക്ക് ഓനക്ക് കാക്ക ഞാൻ പറഞ്ഞുതരാം ഈ പെണ്ണ് ചിരിച്ചില്ലേ
കാക്ക ഞാൻ പറഞ്ഞുതരാം. ഇവൾക്കുണ്ടല്ലോ ഏതോ ഒരു കൂതറ ചെക്കൻ്റെ പ്രേമത്തിലാണ് അവള്. കണ്ടിലേക്ക് നിന്റെ പെങ്ങളെ കടിച്ചെടുക്കാൻ പറ്റൂല. ഓളാണെങ്കിൽ ഓനെ തന്നെ കെട്ടുള്ള വാശിയിലും എന്താ ചെയ്യുന്നതിന്. ഇജിപ്പോ ഒരു കാര്യം ഒന്നും ഓടിപ്പോ സംസാരിക്കും. അവൾ ഓനെ തന്നെ കെട്ടുള്ളൂ വാശി പിടിച്ച് നടക്കാണെന്ന് പറയും. അവൾ ഓനെ തന്നെ കെട്ടുള്ള വാശിയിലാണേ. ചാട്ടായോ ചാട്ടാക്കാത്ത പോട്ടർഷേ ഓളാണി ഓനെ തന്നെ കെട്ടുന്നല്ലേ. കെട്ടുള്ളത് വാശി പിടിച്ച് നടക്കാണ്. ഓളാണി ഓനെ തന്നെ കെട്ടുള്ള വാശിയിലോ വാശി പിടിച്ച് നടക്കാണ്. നാണ്ടു ഒന്നേടൂ. ഇത് അമ്മായിയാണല്ലേ. ഓന്റെ മുഖത്ത് കിടന്നത് ഓന്റെ മുഖത്ത് കയറി ചിന്റെ മുഖത്ത് നോക്കേ. ഓള് ഓനെ തന്നെ ചാട്ടാക്കി ആണെങ്കിൽ ഓനെ തന്നെ കെട്ടുള്ളൂ വാശി പിടിച്ച് നടക്കാണ്. ഓളാണി ഓനെ തന്നെ കെട്ടുള്ള വാശി പിടിച്ച് നടക്കും ചെയ്യണേ. ഓളാണെങ്കിൽ ഓനെ തന്നെ കെട്ടുന്ന് വാശി പിടിച്ച് നടക്കാണ്. അത്ര മാത്രം മതി. ഓളാണെങ്കിൽ ഓനെ തന്നെ കെട്ടുള്ള വാശി പിടിച്ച് നടക്കും ചെയ്യാണ്. അതല്ലേ പറഞ്ഞത്? നടക്കാണ്. ഓളാണെങ്കിൽ ഓനെ തന്നെ കെട്ടുള്ള വാശി പിടിച്ച് നടക്കുകയാണ്. ഓൾക്കാണെങ്കിൽ ഓനെ തന്നെ കെട്ടുന്ന പിടിച്ച് വാശി നടക്കുകയാണ് ഓള്. അല്ല ഒന്നുകൂടി പറഞ്ഞ പറയും. ഓളാണെങ്കിൽ ഓനെ തന്നെ കെട്ടുന്ന് വാശി പിടിച്ച് നടക്കാണ്. ഓളാണെങ്കിൽ ഓനെ തന്നെ കെട്ടിപ്പിടിച്ച് വാശി നടക്കുകയാണ്. ഇങ്ങനത്തെ അല്ല ഓളോട് ചോദിക്കണത്. ഓളാണെങ്കിലേ ഓനെ തന്നെ കെട്ടുന്ന വാശി പിടിച്ച് നടക്കുകയാണ്. അത്രേ ഉള്ളൂ. ഓളാണെങ്കിൽ ഓനെ തന്നെ കെട്ടുപിടിച്ച് വാശി ഓളാണെങ്കിൽ ഓനെ തന്നെ കെട്ടുന്ന വാശിയിലാണ്. വാശിയിലാണ് പറ്റില്ലല്ലോ. ഓളാണെങ്കിൽ ഓനെ തന്നെ കെട്ടുപിടിച്ച് വാശി അടക്കാൻ. ഇത് മതി, അത് കൺഫേം മതി. ഓക്കെ അതിലേ ആ ചെങ്ങായിക്കാണ് ഇവൾക്ക് അറിയാത്ത പല വേണ്ടത്തെ ബിസിനസ്സും ഉണ്ട്. നാളെ വരും. ഓക്കെ ആ ചെങ്ങായിക്കാണ് ഇവൾക്ക് അറിയാത്ത പല വേണ്ടത്തെ ബിസിനസ്സും ഉണ്ട്. കടിക്കുവോ? കൂടുതൽ ചലിക്കണ്ട. നോണ പറഞ്ഞിക്കാണ്ട് ആരും ഞങ്ങളവിടെ പിരിക്കാൻ നോക്കണ്ട. അത് ഇവിടെ നടക്കൂല. ആക്ഷൻ. നോണ പറഞ്ഞാണ്ട് കൂടുതൽ ചലിക്കാൻ നിൽക്കണ്ട. നോണ ഞങ്ങളാരും പിടിക്കാൻ നോക്കും വേണ്ട. അത് നടക്കൂല ഇവിടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 19 വയസ്സായിനെ. ആരും കൂടെ ജീവിക്കാണ് തീരുമാനിക്കെടുക്കാനായിനെ. ഒന്നല്ല സംഭവം. ഇജൊരു ദേഷ്യമാണ്. ഇജാണ് നിന്നാ മതി. ഇജ് എക്സ്പ്രഷൻ എന്താ കയ്യോട് മാറ്റി കാണ്ടത്. ഇജ് ആ നിർത്തോടെ നിന്നാ മതി. ഇജ് ഒരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾ ആരും അതിൽ ഇടപെടണ്ട എന്നും കൂടി പറഞ്ഞാ. ഓക്കെ? ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ട്. അതിന് നിങ്ങൾ ഒരാളോടെ നിൽക്കണ്ട. ഓണോക്കെ. പിന്നെ ഒരു കാര്യം, എനിക്ക് 19 വയസ്സായിനെ. പിന്നെ ഒരു കാര്യം, എനിക്ക് 19 വയസ്സ്. പണ്ടാണ് ചിരിക്കുന്നു. 43 വയസ്സായ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് 19 വയസ്സായി. എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനുള്ള അവകാശം എനിക്കിട്ട്. നിങ്ങൾ ആരും ഇപ്പൊ അതിൽ ഇടപെടണ്ട. ഓക്കെ? ആണല്ലേ? നേരെ നിൽക്കണി. തല മാത്രം ചിരിച്ചാൽ മതി. അല്ലെങ്കിൽ ഇജ് ഓനെ നോക്കണ്ട. ഇന്ന് നോക്കിയാൽ മതി. ഓനെ നോക്കിയാൽ പ്രശ്നം. ഇന്ന് നോക്കിക്കോ. ഓക്കെ? ഒരു കാര്യം ഞാൻ പറഞ്ഞു. തിരിച്ചു കയ്യൊന്നേ. പിന്നെ ഒരു കാര്യം, എനിക്ക് 19 ഇങ്ങനെ നോക്കണേ. ഇവിടെ നോക്കണ. ഓണല്ലോടാ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാൻ
ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ടായാലും നിങ്ങൾ ആരും ഇടപെടാൻ നിൽക്കണ്ട. ഓണല്ലേ? പിന്നെ ഒരു കാര്യം, എനിക്ക് 19 വയസ്സായേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എനിക്ക് 19 വയസ്സായേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാൻ എനിക്ക് അവകാശം ഉണ്ട്. അത് നിങ്ങൾ ആരും ഇടപെടാൻ നിൽക്കണ്ട. ഇതിന്റെ മുഴുവൻ വീഡിയോ നിങ്ങൾ പോയിട്ട് കാണി. അതിലെ 2 ഡയലോഗ് ഷൂട്ട് ചെയ്താണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. ഇനി ഇത് മാത്രം മതിയോ? ബാക്കി എത്ര ഡയലോഗ് ഉണ്ട് വീഡിയോയില് ഒന്നും പറയണ്ട. അതിന്റെ ടൈമും കാര്യങ്ങളും. എന്നിട്ട് പിന്നെ അതിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ ഉണ്ടാവും വീഡിയോ. ചിലപ്പോ അത് ഉണ്ടാക്കേണ്ട 3 മിനിറ്റാണ്. പാതിരാക്ക് ഉറക്കം ഒഴിച്ചിക്കാണ്ട് 2, 3, 4 മണിക്കൂർ ഉറക്കം ഒഴിച്ചാണ്ട് എഡിറ്റ് ചെയ്താണ്ട് ഇത് ക്ലൈന്റിന് അയച്ചു കൊടുക്കുമ്പോൾ പറയും അത് മാറ്റണം, ഇത് മാറ്റണം, അതാക്കണം, ഇതാക്കണം, അവിടെ ഒഴിവാക്കണം, ഇവിടെ ഒഴിവാക്കണം, അവിടെ മറ്റേത് വേറൊരു സാധനം കയറ്റണം. ഒന്നും പറയണ്ട. എന്നാലും ഉണ്ടാവും കാരണം കമന്റ് ബോക്സിൽ വല്ല പണിക്കും പോയി കൂടറാന്ന്.